കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബ്രേക്ക്ഔട്ട്സ് ആണ് കണ്ടത്. പോസിറ്റീവ് ബ്രേക്ക്ഔട്ട്, നെഗറ്റീവ് ബ്രേക്ക്ഔട്ട് ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് ആണ്. ഡേ ടൈമിലെ ട്രേഡിങ്ങിൽ ഗെയിൻ ചെയ്യുന്ന സ്റ്റോക്കുകളും ലോസ് ആകുന്ന സ്റ്റോക്കുകളും. ഇതിനെ നമ്മളൊരു എക്സൽ ഷീറ്റിൽ കമ്പയർ ചെയ്ത് നോക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ നമുക്ക് എക്സ്ചേഞ്ചിൽ NSEയിലെ ഈ ഡാറ്റ എവിടെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ടോപ്പ് ഗെയിനേഴ്സ് എന്ന് പറയുന്ന ഈ ഹെഡിങ്ങിൽ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സിനകത്ത് ഇവിടെ ഗെയിനേഴ്സ് എന്നുള്ളത് ഗെയിൻ ചെയ്ത സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് കാണാം. ഇവിടെ ലൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ പറ്റും. സെയിം ബോംബെ BSEയിൽ നോക്കുമ്പോഴും ഇവിടെ ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എക്സൽ ഷീറ്റിൽ തന്നെ നോക്കാം. നമുക്ക് അപ്പം ഇവിടെ ഈ ഡേ ഗെയിനേഴ്സ് എഴുതിയേക്കുന്നതിൽ നമ്മളൊന്ന് റെഫ്രഷ് ചെയ്യുന്നു. ഇപ്പം റെഫ്രഷ് ആയിട്ടുണ്ട്. 424 കാണിക്കുന്നത് ഇപ്പം ഗെയിൻ ചെയ്തേക്കുന്ന സ്റ്റോക്കുകളുടെ എണ്ണമാണ് ഈ കാണിക്കുന്നത്. ധാരാളം സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് സപ്പോസ് 5% കൂടുതൽ ഗെയിൻ ചെയ്ത സ്റ്റോക്ക് ഏതാണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ ഈ 5%ൽ ക്ലിക്ക് ചെയ്താൽ മതി. 3 to 5% ആണെങ്കിൽ ഇവിടെ 3 to 5% അറിയാൻ പറ്റും. 0 to 3% ആണെങ്കിൽ അതിലൂടെ അറിയാൻ പറ്റും. അപ്പോൾ എല്ലാ സ്റ്റോക്കും വീണ്ടും തിരിച്ച് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഓൾ സെലക്ട് ചെയ്താൽ മതി. എല്ലാ സ്റ്റോക്കുകളും വരും. അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ഇൻഡെക്സിനെ പറ്റി പറഞ്ഞ പോലെ കുറച്ച് സിഗ്നൽസ് ജനറേഷൻ ഇവിടെ ഉണ്ട്. ഇത് ഗെയിനേഴ്സിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ലൂസേഴ്സ് നോക്കാം. അപ്പോൾ ഇവിടെയും ലൂസേഴ്സ് റിഫ്രഷ് ചെയ്യുന്നു. 620 കാണിക്കുന്നുണ്ട് ഇവിടെ. ഇതിൽ 5% കൂടുതൽ താഴോട്ട് പോയിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്കിവിടെ നിൽക്കാം. 5%. ഇത് 3 to 5% പോയേക്കുന്ന സ്റ്റോക്കുകളാണ്. -1 to -3 റേഞ്ചിലുള്ള സ്റ്റോക്കുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. 0 to -1. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഓരോ പൊസിഷനിലും നമുക്കിത് കാണാൻ പറ്റും. ഈ സിഗ്നൽസ് ജനറേറ്റ് ആവുന്നുണ്ട്. നേരത്തെ ഇൻഡെക്സിൽ നമ്മൾ കണ്ട ആ സിഗ്നൽസ് അത് ബ്രേക്ക്ഔട്ടിൽ ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്റ്റോക്കുകളെയും ഒരുമിച്ച് കാണുന്നുണ്ടെങ്കിൽ വീണ്ടും ഓൾ സെലക്ട് ചെയ്യുക. അപ്പം അടുത്ത 1-2 ടൂൾസും ഉണ്ട് ഇവിടെ ഉണ്ട്. നമുക്കത് പിന്നീട് അടുത്ത വീഡിയോയിൽ നമുക്കത് കാണാം. തൽക്കാലം ഇവിടെ നിർത്താം.